ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 2 ആണ്. അപ്പം ഇന്നലെ അയൺ ആർമർ ആയിരുന്നു. നമുക്ക് ആ കേവിൽ പോയിട്ട് ഞാൻ മൈൻഡ് ചെയ്ത് അയൺ ആർമറായി. ഇവിടെ വന്ന് ഉരുക്കി ഫുൾ അയൺ ആർമർ ടൂൾസ് ആയി. പിന്നെ കുറച്ച് അയൺ ആർമർ ബാക്കിയുണ്ട്. അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ ഓഫ് ക്യാമറ ഇതൊക്കെ ചെയ്തത്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പം അതിൻ്റെയാണ്. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ ഗോളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് നെതറിൽ പോകണം. പിന്നെ പറ്റുമെങ്കിൽ വേറൊരു വില്ലേജ് കൊണ്ട് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മൾ അതിന് നമുക്ക് സാധനമെല്ലാം ഉണ്ട് ഇതിനകത്ത്. നോക്കട്ടെ, ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ പോവാം. കോളും പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ പോയേക്കാം. ഈ ബെഡ് നമ്മുടെ അല്ല, ഈ വീട് നമ്മളെ പൊളിച്ചായിരുന്നു. ഇന്നലെ വുഡിൻ്റെ ഒക്കെ ആവശ്യം വന്നപ്പോൾ ഞാൻ വീടങ്ങ് പൊളിക്കാം. പാപ്പത്തിൻ്റെ വീട് കുഴപ്പമില്ല, നമ്മുടെ സങ്കടവും എല്ലായിരിക്കും. പിന്നെ നമുക്ക് ഈ വഴി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ആ കേവിൻ്റെ അടുത്ത ഭാഗമൊക്കെ ഉണ്ട്. കണ്ടോ, ആ കേവിൻ്റെ ബാക്കിയാണ്. വലിയ കേവ്, ഭയങ്കര വലിയ കേവാണ്. അത് താഴോട്ട് കുറേ ഉണ്ട്. നമുക്കത് ബാക്കി അടുത്ത എപ്പിസോഡിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാതിന്. നമുക്ക് അടുത്തത് ഈ കുറേ ടോർച്ചൊക്കെ വെച്ച് ഞാൻ കുറേ ഒക്കെ എടുത്ത്, പിന്നെ അങ്ങനെയൊക്കെ ഇടുന്നത് കുറേ എടുത്തു. താഴോട്ട് വലിയ കേവ് അത് തീർക്കുന്നില്ല, കുറേ ഉണ്ട്. അപ്പം സൗണ്ട് കുറഞ്ഞൊന്നും ഡൗട്ടുണ്ട്. ഞാനത് മൈക്കിൽ പിടിച്ച് അപ്പം കേൾക്കാൻ പറ്റി തോന്നുന്നു, ചെറുതായിട്ടായിരിക്കും. നമുക്ക് ഈ വഴി നിന്ന് പോയി നോക്കാം. അപ്പം വില്ലേജ് ഉണ്ടെങ്കിൽ നോക്കാം. ചെറിയൊരു കുളം ഇവിടെ, ഐസ് ഐ പി കുളം, പാവും കുളം, ഐസ് ഐ പി. അപ്പം നമുക്ക് ഡാമേജ് അടിക്കുക, ഈ വഴി പോവാം. അങ്ങോട്ട് പ്ലെയിൻസ് വരെ എനിക്ക് ഈ സ്ഥലം ഇത്ര ഇഷ്ടമല്ല. എനിക്ക് ഈ മഞ്ഞലോ ഒട്ടും ഇഷ്ടമല്ല. ഇവിടെ മറ്റേ ആ കരടി വരും, അത് നമ്മളെ കൊല്ലുകയൊക്കെ ചെയ്യാൻ. എനിക്ക് അതൊട്ടും ഇഷ്ടമല്ല. വില്ലേജ് അല്ലേ ഇത്? നല്ല രസമുണ്ടാണ്. താഴെ വില്ലേജ് അല്ലേ? ആ, വില്ലേജ്. ഈ കുഴി യശോദേ, കുഴി കഴിഞ്ഞു. ഈ വഴി ഇവിടെ നമ്മൾ അങ്ങനെ അടുത്ത വില്ലേജ് കണ്ടുപിടിച്ചു. ഇവിടെ ഒരു പുഴയൊക്കെ ഐസായി കിടപ്പുണ്ട്. ഇവിടെ നോക്കാം. ഇവിടെ ഭയങ്കോളം ഫുഡ് വല്ലതും ഉണ്ടോ? ഫുഡൊക്കെ തീരും. നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തൊരു തീരുമാനമായി. അങ്ങോട്ട് പ്ലെയിൻസ് ഉണ്ട് തോന്നുന്നു. ഞാൻ പ്ലെയിൻസ് കണ്ട്. പ്ലെയിൻസ് ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അയ്യോ ഓടിച്ചു, ചത്ത്. അടിപൊളി. അങ്ങനെ ഫസ്റ്റ് ഡെത്ത് അങ്ങനെ കൺഫേം ആയിട്ടുണ്ട്. സ്പോൺ അടിച്ച് എവിടെ പോയി സ്പോൺ ആവുമെന്ന് ആർക്കറിയാം. ഇവിടെ തന്നെ വന്നു തിരിച്ച്. അങ്ങോട്ട് പോയി നോക്കാം. തിരിച്ച് വല്ലതും കിടപ്പുണ്ടായിരിക്കും, പോയി കാണത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ കരടി ഒട്ടും ഇഷ്ടമല്ല. ആ കരടി വന്നിട്ടാണ് നമ്മളെ മിക്ക സമയത്തും കൊല്ലും. പണ്ട് ഞാൻ ഇതുപോലെ ഹാർഡ് കോർ സീരീസ് എടുത്തിട്ട് ഹാർഡ് കോർ വെച്ചിട്ട് തന്നെ ഇതുപോലെ കരടി വന്നിട്ടുണ്ട്, കൊന്ന്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, സങ്കടമായി ഇപ്പോൾ ശരിക്കും. ഞാൻ കുറേ കഷ്ടപ്പെട്ട് കളിച്ച്. പിന്നെ ഒരു ഫോൺ ലാഗ് അടിച്ച് ഇങ്ങനെ മൊത്തം പോയി. അത് ഫോൺ ലാഗ് അടിച്ചിട്ട് ജോയ്സ്റ്റിക്ക് അനങ്ങുന്നേ ഇല്ല. പിന്നെ നേരെ പോയിട്ട് ഞാൻ ഇവിടെ സ്റ്റോൺ എടുത്ത കുഴിക്കാത്തോണ്ട് നേരെ അങ്ങ് വീണു. അങ്ങനെ അടുത്ത ഡെത്ത്. ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. നൈറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ചെന്നാൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കയറി കിടന്നുറങ്ങാം. അല്ലെങ്കിൽ ഇപ്പം സോംബിയായി, സ്കെൽട്ടനായി, ക്രീപ്പറായി, ഇവിടെ യുദ്ധക്കളം തുടങ്ങും. അതിന് മുമ്പ് നമുക്ക് വീട്ടിൽ കയറാം. എന്ത് ചെയ്യാണോ? ഈ വില്ലേജ് അങ്ങ് ദൂരെയാണല്ലോ. അവിടെ പ്ലെയിൻസ് ഉണ്ട് കേട്ടോ. ദൂരെ മല കണ്ടു നിങ്ങൾ? ആ മല പ്ലെയിൻസാണ്. വീണ്ടും പുഴ, മല, മരം. എനിക്ക് എവിടെ സാധനം അത് കിടക്കും. രണ്ട് അയൺ കിട്ടി, ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. മറ്റേ കരടി എന്ത് ചെയ്യാവോ? എനിക്ക് എൻ്റെ ആർമറ ഫുള്ള് വന്നു. വലിയ പണിയ. ഐറ്റംസ് ഒന്നും പോയില്ല, എല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. അതെനിക്ക് സങ്കടമായി. അത് സന്തോഷമായി. സങ്കടമായി എന്നാലും
കുഴപ്പമില്ല. നമ്മളൊക്കെ ഇവിടെ നല്ല കട്ടുണ്ടെങ്കിൽ കയറി കിടക്കാൻ ഇവിടെ ഇല്ലേ. എൻ്റെ ഇതിലുണ്ടല്ലോ സാധനം. ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞു. അല്ല അങ്ങനെ നേരം വെളുത്ത് നേരം കൊടുത്തു. ഇനി നമുക്ക് ഫുഡ് വല്ലതും ഉണ്ടോ നോക്കണം. ഫുഡ് നമുക്ക് ആ പ്ലെയിൻസിലും കൂടെ പോയിട്ട് നോക്കാം. നമുക്ക് ഈ മൊണ്ണങ്ങളിവിടെ നിൽപ്പുണ്ട്. പക്ഷെ അമ്മമാരെ കൊണ്ട് തോറ്റ് മനുഷ്യൻ. എന്നാൽ കയ്യങ്കോളതൊക്കെ തട്ടിയാലോ? വേണ്ട, നമുക്ക് ആർമൊക്കെ എടുത്തെങ്കിലാ. എന്നാലും ഡെത്ത് വല്ലാത്തൊരു ഡെത്തായി. ഇപ്പം എനിക്ക് ഈ കാര്യം ഒട്ടും ഇഷ്ടമല്ല. കാര്യം നമ്മളൊന്നും ചെയ്യാതിരിക്കുക. നമ്മളിപ്പോൾ എന്ത് ചെയ്യണ്ടേ എനിക്കറിയത്തില്ല. നല്ല ആർക്കെങ്കിലും അത് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ. ഇവിടെ എന്തോ ഉള്ളത്? ഇവിടെ പൊട്ടാറ്റോ, പിന്നെ ഇങ്ങോട്ട് ഇവിടെ എല്ലാം ഇതെന്തോ ബീട്രൂട്ട്, ബോൺ. നമുക്ക് ഈ ബോണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവനെ വൂൾഫിനെ ടൈംസ് നമുക്ക് ഡോഗിനെ ടൈംസ് നമുക്ക് പെറ്റിനെ കിട്ടും. മറ്റേ ഡോഗിനെ കിട്ടുമല്ലോ, പട്ടീനെ കിട്ടുമല്ലോ. വൂൾഫിനെ ടൈംസ് ഇത് മണ്ടത്തരമാണോ? അങ്ങോട്ട് നമുക്ക് പ്ലെയിൻസിലോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ വല്ലതും സാധനങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കാനുണ്ട്. ഇതുവഴി കയറാൻ പറ്റത്തില്ല. ഇതുവഴി കയറാം. ഇവിടെ എന്തെങ്കിലും അതേ ഇത് ഉറുവൻ്റെ ബോട്ടിൽ അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ നമുക്കിപ്പം സാധനം കിട്ടാൻ ചാൻസ് ഇല്ല. എൻ്റെ ഈ ബക്കറ്റ് ഉണ്ടാക്കണം. അല്ലേ നമുക്ക് അതിലോട്ട് പോകാമായിരുന്നു. ഇന്നത്തെ ചെസ്റ്റിൽ 2 ഒബ്സീഡിയൻ, വേറൊന്നുമില്ല. പക്ഷേ വല്ലാത്ത ചതിയായിട്ട് ഇത് പോയി കംപ്ലീറ്റ് ചെയ്യാമല്ലോ 2 ഒബ്സീഡിയൻ കൊണ്ട്. നമുക്കിത് പൊട്ടിക്കാം. ഫസ്റ്റ് സാധനം ഭയങ്കര അനോയിങ്ങാണ് പൊട്ടിക്കാൻ വേണ്ടി. കുറേ സമയം എടുക്കും. ഇതിങ്ങനെ പൊട്ടിച്ച് കുറേ സമയം എടുത്ത് പൊട്ടിക്കഴിയുമ്പോൾ നോക്കാം. ഇത് കുറേ സമയം എടുക്കും മിക്കവാറും. അതിൻ്റെ പൂച്ച തന്നെ ഇവിടെ നിൽപ്പുണ്ട്. പോയി കൈ തട്ടിപ്പോയി. എൻ്റെ പൂച്ച തന്നെ ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങളുടെ പൂച്ചയുടെ പേര് കണ്ടു ബേബി, നല്ല പേര്. പിന്നെ നിങ്ങൾക്ക് വല്ല ഇതുണ്ടെങ്കിൽ എന്നോട് ഇന്നലെ ഒരാൾ പറഞ്ഞായിരുന്നു ഫ്രണ്ട് ആക്കാവോ എന്ന്. ഏത് ഗെയിമെന്ന് പറഞ്ഞാൽ മതി, ഫ്രണ്ട് ആക്കാം. ബ്രോ പറഞ്ഞാൽ മതി ഏത് ഗെയിമിലാണെങ്കിൽ ഫ്രണ്ട് ആക്കാം. ഫ്രീ ഫയർ ആണോ അതോ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. മൈൻക്രാഫ്റ്റ് ആണെങ്കിൽ അതിൻ്റെ പേരും ഇതൊക്കെ പറഞ്ഞാൽ മതി. പേരും നാളെ നക്ഷത്രം എല്ലാം പറഞ്ഞാൽ മതി. ഞാൻ ഫ്രണ്ടാക്കാം. നമുക്ക് ഹൈവ് കളിക്കണം. ഹൈവ് സെർവർ ഞാൻ കളിക്കുന്നത് വെച്ചിട്ടുണ്ട്. ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ ഹൈവ് കളിക്കാൻ നോക്കാം. ചിലപ്പോൾ ഹൈവ് കളിക്കാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡ് തന്നെ ഇടും. അല്ലെങ്കിൽ ഹൈവ് കളിക്കാം. നമുക്ക് ഇങ്ങനെ പോർട്ടൽ റെഡിയാക്കാൻ പറ്റി. യെസ്, പോർട്ടൽ റെഡിയാക്കി നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഈശ്വര എന്തുണ്ടാവുക? അത് വില്ലേജിന് അടുത്ത് തന്നെ. ഇത് വലിയ ദൂരമൊന്നുമില്ല. എന്തൊക്കെ ഉണ്ടാവോ തമ്പുരാൻ അറിയാം. ഇനി വലിയ യുദ്ധക്കളം തന്നെ ഇവിടെ. വലിയ യുദ്ധമാണ്. അത് ഭയങ്കര താമസം ലോഡാവാൻ. നമ്മൾ നെതറിലെത്തി. നല്ല ദൃശ്യമാണെന്ന് തോന്നുന്നു. നെതർ വേസ്റ്റാണ്. എത്ര നല്ല ഗാസ്റ്റ് ഓടിക്കോ. ഗാസ്റ്റ് ബലൂൺ ബലൂണിപ്പം പൊട്ടിത്തെറിപ്പിക്കും. അതിന് മുമ്പേ ആരാണ് ഇവിടെ വെക്കുന്നതിനെ? ശരി, ഇവന്മാർ ക്രൗച്ച് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഇതുണ്ട്, ഷീൽഡ് ഉണ്ട്. അതുകൊണ്ട് ഗണിപ്പച്ചാകും. എനിക്ക് ഒറ്റ ഹാർട്ടേ ഉള്ളൂ. ഞാൻ ചത്തി ഈശ്വരായ ചത്ത് എന്നെ കൊല്ലടാവന്മാരെ. അല്ല, സ്വയമേ ചാകടാ വെട്ടിക്കൂട്ടി. ഞാൻ ചത്ത്. എൻ്റെ ഒരു തീരുമാനമായി. ഞാൻ കഥ ടാട്ട ഉടുതായി. എൻ്റെ ഒരു തീരുമാനമായി. അയ്യോ, എന്നെ കൊല്ലാമേ. അപ്പന്മാർക്ക് വെടിയുണ്ട്. ഇനി അവന്മാരെ നോക്കിക്കോളും. അവരെ വെടി കൊണ്ടുപോകാൻ ഇനി വെട്ടി കയറുന്നു. ഇവനെ കൊണ്ട് തോറ്റ് മനുഷ്യൻ.
ഞാൻ ക്രൗച്ചിട്ട് വെച്ചേക്കുക. ഈ ബ്ലോക്കൊക്കെ സമയം കിട്ടിയില്ല. അവന് ഇനി നമുക്ക് പെട്ടെന്ന് ഇവിടെ ബ്ലോക്ക് എടുക്കാം, കവർ എടുക്കാം. വലിയ അമ്മ നമ്മളെ ഫ്രൈ അടിക്കും. അങ്ങനെ സേഫായി. ഇനി നമുക്ക് ഫുഡ് വല്ലതും അടിച്ചു. എൻ്റെ ഫുഡും തീരാറ്. പക്ഷേ ഞാൻ അപ്പോഴേ ഫുഡ് വല്ലതും എടുത്തിട്ട് വരേണ്ടതായിരുന്നു. എൻ്റെ ഫുഡൊക്കെ ഇറങ്ങിയ സമാധിയാവും. പെട്ടി ഞാൻ ചത്തു എടുക്കാൻ പറ്റും. ഞാൻ ഇനി കാണിക്കുന്നത് എൻ്റെ ഒരു തീരുമാനമായി. ഇനിയൊന്നും ഇപ്പം കാര്യമില്ല. ഞാൻ ഇങ്ങനെ വെള്ളോട്ട് ഇറങ്ങാൻ പോലും വിടത്തില്ല. വെള്ളോട്ട് ഇറങ്ങിയാൽ മറ്റേ ബലൂൺ വന്നിട്ട് പൊട്ടിത്തെറിപ്പിക്കും. അല്ലേ അമ്മ വെട്ടിക്കുകയും രണ്ടുമില്ല. വല്ല സ്കെൽട്ടനെ മേടിച്ചതിന് താഴോട്ടിടും. അല്ലെങ്കിൽ തീക്കതും പോയി ചാളും. നെതർ വന്ന് മരണം ഉറപ്പാണ് ഒരു വട്ടെങ്കിലും. അതൊക്കെ ആവാത്ത ചിലവ മാത്രമേ ഉള്ളൂ. ലൈക്ക് ഈ പുതിയ പ്ലെയേഴ്സിനൊക്കെ നെതറെ വന്ന് സർവൈവൽ കളിക്കുവാണെങ്കിൽ 100% ഉറപ്പാച്ചാകും. എന്നെപ്പോലത്തെ ഒരു വാർഡനോബാണെങ്കിൽ 101% ചാൻസ് ഉണ്ടെങ്കിൽ ചാകും. അത് അങ്ങനെയല്ല, അത് വേറെ ആൾക്കാരുണ്ട്. പ്രോ മൈൻക്രാഫ്റ്റ് പ്ലെയേഴ്സ് ലൈക്ക് സുധിയണ്ണൻ, അങ്ങനത്തെ പ്ലെയേഴ്സ് വേണം. അവരൊക്കെ നെതറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മാനെ വേണം. സീഡിനകത്ത് എല്ലാ കറക്റ്റ് സാധനങ്ങളുണ്ട്. ഇതിവിടെ എസ്കേപ്പ് ആകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ മറ്റവനുണ്ട്, താഴോട്ട് പുല്ല് കുഴിയ. ഒന്ന് നോക്കണ്ട, ഇറങ്ങി ഓടിയാലും ഇതൊന്നും കാണുന്നില്ല. ഇവിടെ ആരും ഇല്ല, ഇറങ്ങി ഓടാം. ഫോൺ ഭയങ്കര ലാഗാണ് ഫോണെ. മറ്റേ നിൽക്കുന്നു. ഇവിടെ പോർട്ടൽ എവിടെയായിരുന്നു? അവിടെ മറ്റേ വാർപ്ഡ് ഫോറസ്റ്റ് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഇച്ചിരി നല്ല ആർമറായി കിട്ടിക്കഴിഞ്ഞ് നമുക്ക് അവിടെ പോയിട്ട് എൻട്രപ്പുകൾ എടുക്കാം. പിന്നെ ബ്ലേസ് റോഡും ഫോർട്രസും എല്ലാം ഉണ്ട്. ഫോർട്രസ് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടും. ഒന്നും പിന്നെ ചാകും. ഫയർ നമുക്ക് ഫോണിൻ്റെ ഇത് കൂട്ടാൻ പറ്റും. റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചിട്ടല്ലോ. അത് എവിടെയാണ് കിടക്കുന്നത്? ഇതെവിടെയാണ് കിടക്കുന്നത് റെൻഡർ ഡിസ്റ്റൻസിൻ്റെ? ഇവിടെ ഒന്നുമില്ല. റെൻഡർ ഡിസ്റ്റൻസിൻ്റെ ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ ഒന്നും ഇല്ല. എവിടെയാണ് ഇതിൻ്റെ മാറ്റുന്നത്? ഇവിടെ ചീറ്റ് എക്സ്പെരിമെൻറ്റ്സ് അതൊക്കെയുള്ളൂ. ചീറ്റൊന്നും നമ്മൾ ചെയ്യാറില്ല. നമുക്ക് നമ്മൾ ചീറ്റ് ചെയ്യാതെ കളിക്കുന്നവരാണ്. പിന്നെ പറയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ഞാൻ ചീറ്റ് ചെയ്യുമായിരുന്നു. നേരെ പോയിട്ട് ക്രിയേറ്റീവ് സാധനം എടുക്കുക, ഗെയിം കളിക്കുക. അങ്ങനെ നമ്മൾ പെട്ടെന്ന് മാറ്റും. ഇവിടെ വീഡിയോ ഉണ്ട്, വീഡിയോയ്ക്കകത്ത് മാറ്റുന്നത്. കടലോട്ടി നടത്തി ഞാൻ പാട്ട് പാടുന്നുണ്ട്. നിങ്ങൾ പേടിച്ച് ഓടരുത്. ഈ 14 ഡിസ്റ്റൻസിലാണ് എൻ്റെ ചങ്ക് എടുക്കുന്നത്. 9 ലക്ഷം 9 ഇട്ടേക്കാം. 9 പോയി 10 വേണ്ട. ഇച്ചിരി കുറച്ചങ്ങ് ഇട്ടേക്കാം. താഴോട്ടൊക്കെ എന്തൊക്കെയുണ്ടല്ലോ. റെൻഡർ ക്ലൗഡ് വേണ്ട. എനിക്ക് ക്ലൗഡ് അത്ര ഇഷ്ടമല്ല. അനോയിങ് ഭയങ്കര അനോയിങ്. അതുകൊണ്ട് ഇപ്പം ഇത് സ്മൂത്തായി. നേരത്തിനേക്കാളും സ്മൂത്തായി. ദേണ്ട നമ്മൾ പോർട്ടൽ എൻ്റെ മോടത്ത് ബലൂൺ. ഓടിക്കോ. ഒരു പിടി പൊട്ടി. അടുത്ത പിടി ഉണ്ടെന്ന് വെച്ച് തരുന്നു. ചുറ്റികളും അങ്ങോട്ട് കയറി ഇരുന്നല്ലോ. അടുത്ത് പോകുമ്പോൾ തന്നെ മുമ്പ് എനിക്ക് പേടിയായിട്ട് വയ്യ. എൻ്റെ മരണം ഇന്ന് ഉറപ്പാണ്. ഇന്ന് ഞാൻ സമ്മതിക്കാം. ചത്തി
എൻ്റെ അടുത്ത് തീരുമാനമായി. ഞാൻ സമാധി ഇൻവെൻട്രിയിൽ പിക്കാക്സ് നമുക്ക് അങ്ങോട്ട് കുഴിച്ച് കിട്ടുമോ? പോർട്ടലിന് അങ്ങോട്ട് എല്ലാം പറ്റുമോ? എനിക്കൊരു ഐഡിയ ഉണ്ട്. അതെ, ഇവിടെ സാധനമുണ്ട്. ഇതും കൊണ്ട് വീട്ടിൽ പോകാം. നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുവാണെങ്കിൽ ഇത് കൊണ്ട് വീട്ടിൽ പോകും, അല്ലെങ്കിൽ നമുക്ക് സമാധിക്കാം. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി ഇവിടുന്ന്. നീ മാങ്ങ പറിച്ചുകൊണ്ട് നമ്മുടെ പോർട്ടൽ ഇവിടെ നോക്കി കാണാം. എൻ്റെ ഒരു ഐഡിയ, നമുക്ക് ഈ ബ്ലോക്ക് ഇങ്ങനെ മേളിലും താഴേക്ക് വെച്ച് സൈഡൊക്കെ കവർ ചെയ്തിട്ട് ട്യൂബ് പോലെ ഉണ്ടാക്കിയിട്ട് അത് കൂടെ ഒന്ന് പോയാലോ? ഇതുപോലെ വെച്ച് നമുക്ക് പോയാലോ? അങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇതുപോലെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ നോക്കാം. അല്ല ആ മൊണ്ണകൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ തട്ടും. ഈ ബ്ലോക്ക് പൊട്ടി ഇതെന്നാ കഷ്ടപ്പാടെന്നറിയോ ഗെയിം കളിക്കണമെങ്കിൽ. നമുക്ക് ഇതിനെ വെച്ച് ഇങ്ങനെയൊക്കെ പോവാം. അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. നമുക്ക് ജീവിക്കണം. ഇനിയും ടൈം കിടക്കുന്നു. നമുക്ക് ഇനിയും ജീവിക്കണം. ഞാൻ ഈ വീഡിയോ ഇവിടെ ചെന്ന് നിർത്താൻ പോവാം. കാരണം ഈ വീഡിയോ ഇപ്പം തന്നെ നല്ല ലെങ്തായി. ഞാൻ അടുത്ത വീഡിയോയിൽ ഇനി ഇതിൻ്റെ ബാക്കിയും കൊണ്ട് വരാം. അടുത്ത വീഡിയോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് തന്നെ വരും. കാരണം വീഡിയോയുടെ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വോയിസ് ഓവർ വോയിസ് ഓവറും എഡിറ്റൊക്കെ ചെയ്യാൻ വേണ്ടി നേരത്തെ ഈ വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോയുടെ നമുക്ക് ഇതെടുത്തിട്ട് ഈ മാങ്ങ തൊലിയും കൂടെ തോറ്റി ചാകടാ എന്ന് വോയിസ് ഓവർ ചെയ്യുന്നതാണ്. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമല്ല. പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇങ്ങനെ സോൾവ് ചെയ്യുന്നത്. ഇവന്മാരെ കൊണ്ട് തോറ്റ് ഷീൽഡ് ഇപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഷീൽഡ് പൊട്ടും. ഇവിടെ ബ്ലോക്ക് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് അകത്ത് പോയിട്ട് ഇതെല്ലാം ഉണ്ടാക്കാം. ഷീൽഡ് ഉണ്ടാക്കാം. സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വുഡൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വുഡ് മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വുഡുണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്, അയൺ ഉണ്ട്. ഇത്ര മതി ഉണ്ടാക്കാൻ. അപ്പം അടുത്ത വീഡിയോക്കുള്ള ഞാൻ സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ എഡിറ്റ് ചെയ്തിട്ട് ഇടാം. നാളെ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിടും. അപ്പം ഇത് ശനിയാഴ്ച രാത്രിയാണ് ഇതിൻ്റെ എഡിറ്റിങ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് രാത്രി തന്നെ. ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ രാവിലെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അത് സ്റ്റേ ട്യൂൺഡ്. എനിക്കറിയത്തില്ല ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യും. എനിക്ക് മൂഡ് വരുന്ന പോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. മാക്സിമം ഓരോ ദിവസം കൂടുമ്പോൾ അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പം അടുത്ത വീഡിയോ നമുക്കെല്ലാം കാണാം. ഞാൻ പറഞ്ഞ പോലെ അടുത്ത വീഡിയോ നമുക്ക് കാണാം ഗൈസ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു പുതിയ വീഡിയോ കാണാം. അപ്പോൾ ബൈ. ഇതെന്ത് തേങ്ങ ഇത്?